സ്കൂൾ വിട്ട് വീട്ടിലേക്കെത്തിയ മക്കൾ ആൾക്കൂട്ടം കണ്ട് ആദ്യമൊന്ന് ഞെട്ടിപ്പോയി. പിന്നീടാണ് ആ കുഞ്ഞുമക്കൾക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസം അമ്മ യാത്ര പറഞ്ഞു പോയത് ഇനിയൊരിക്കലും മടങ്ങിവരവില്ലാത്ത ഒരു ലോകത്തേക്കാണെന്നത്. ആഗ്രഹങ്ങളെയൊക്കെയും പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് രഞ്ജിത ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഈ മാസം തന്നെ പുതിയ വീടിന്റെ പാലുകാച്ചൽ നടത്തി ഓണത്തിന് താമസം തുടങ്ങേണ്ടിയിരുന്ന പുതിയ വീട്ടിലേക്കെത്തുക ഇനി രഞ്ജിതയുടെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത ശരീരമാണ്. അവസാനമായി അമ്മയുടെ മുഖമൊന്ന് കാണാൻ പോലും ആ കുഞ്ഞുമക്കൾക്ക് കഴിയില്ല. രാജ്യം നടുങ്ങിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിങ്ങുകയാണ് ഒരു നാട് ഒന്നടങ്കം. വാവിട്ട് നിലവിളിക്കുന്ന രഞ്ജിതയുടെ അമ്മയുടെയും രണ്ട് മക്കളുടെയും കാഴ്ച കണ്ടു നിൽക്കാനാവുന്നതല്ല. പരേതനായ ഗോപകുമാരൻ നായരാണ് രഞ്ജിതയുടെ പിതാവ്. 5 വർഷം മുൻപ് മസ്കറ്റിലേക്ക് പോയ രഞ്ജിത അധികം വൈകാതെ മക്കളെയും ഒപ്പം കൂട്ടിയിരുന്നു. ഇതിനിടെ UK-യിൽ ജോലി കിട്ടിയപ്പോൾ മക്കളുമായി നാട്ടിലേക്കെത്തി. തുടർന്ന് ഇവരെ നാട്ടിൽ അമ്മ തുളസിക്കൊപ്പം നിർത്തി രഞ്ജിത മടങ്ങുകയായിരുന്നു. വീട് പണി കഴിഞ്ഞ് എത്രയും വേഗം അമ്മയ്ക്കും മക്കൾക്കുമൊപ്പം നിൽക്കാൻ നാളുകൾ എണ്ണി കാത്തിരിക്കുകയുമായിരുന്നു രഞ്ജിത. വിദേശത്തെ ജോലി അവസാനിപ്പിച്ച ശേഷം നാട്ടിൽ സ്ഥിരതാമസമാക്കി കുട്ടികളോടൊപ്പം ഒരു സന്തോഷ ജീവിതം കാത്തിരിക്കുന്നതിനിടയിലാണ് രഞ്ജിതയെ തേടി ഈ ദുരന്തമെത്തിയത്. 3 ദിവസത്തെ അവധിക്കായാണ് രഞ്ജിത നാട്ടിലേക്ക് എത്തിയിരുന്നത്. നാട്ടിൽ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തിരുന്ന രഞ്ജിത അവധിയെടുത്താണ് ലണ്ടനിലേക്ക് പോയത്. രഞ്ജിതയുടെ മൂത്ത മകൻ ഇന്ദുചൂടൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും മകൾ ഇതിക 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. രഞ്ജിത PSC വഴി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ 2019 ജോലിയിൽ കയറിയതാണ്. പിന്നീട് അവധിയിലായിരുന്നു. ലണ്ടനിലെ ജോലി അവസാനിപ്പിച്ച് തിരികെ കോഴഞ്ചേരിയിൽ ജോലിക്ക് കയറാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മെയ്യിൽ ഇവർ ലണ്ടനിലേക്ക് പോയതാണ്. എന്നാൽ അപേക്ഷയിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്യാനായി വിട്ടുപോയിരുന്നു. ഇത് ചെയ്യാനായാണ് ഇവർ വീണ്ടും ജൂണിൽ നാട്ടിലേക്ക് എത്തിയത്. വെള്ളിയാഴ്ച നാട്ടിലെത്തിയ രഞ്ജിത ബുധനാഴ്ച വൈകിട്ട് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊച്ചിയിലേക്കും അവിടെ നിന്ന് ചെന്നൈയിലേക്കും തുടർന്ന് അഹമ്മദാബാദിലേക്കുമാണ് പോയത്. മുത്തശ്ശി തുളസിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഇതികയുടെ ദൃശ്യം കൂടി നിന്നവരിൽ വലിയ നൊമ്പര കാഴ്ചയായി മാറിയിരുന്നു. രോഗബാധിതയായ അമ്മയുടെ ചികിത്സയുൾപ്പെടെ കുടുംബത്തിന്റെ സംരക്ഷണ ചുമതലയും രഞ്ജിതയാണ് വഹിച്ചിരുന്നത് എന്നാണ് സമീപവാസികൾ പറയുന്നത്. അപകട വിവരമറിഞ്ഞ് മസ്കറ്റിലുള്ള രഞ്ജിതയുടെ സഹോദരൻ രഞ്ജിത്ത് നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതേസമയം വിമാന ദുരന്തത്തിനിടയാക്കിയത് സാങ്കേതിക തകരാറാകാമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. പൂർണ്ണമായും കാർബൺ ഫൈബർ നിർമ്മിതമായ 12 മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാൻ ശേഷിയുള്ള ഒരു വിമാനമാണിത്. 10,000 പൗണ്ട് ശേഷിയുള്ള 2 എഞ്ചിനുകളുള്ള വിമാനം. ഒരു എഞ്ചിൻ പരാജയപ്പെട്ട് മറ്റേത് മാത്രം പ്രവർത്തിച്ചാൽ പോലും വിജയകരമായി ടേക്ക് ഓഫ് ചെയ്യാനും തിരികെ ലാൻഡ് ചെയ്യാനും ഈ വിമാനത്തിന് കഴിയും.